എടുക്കാൻ പോകുന്ന ചാപ്റ്റർ ഉൽ ബനീഥി മാ എന്ന് പറയുന്ന ചാപ്റ്റർ. നമ്മുടെ ടെക്സ്റ്റിലെ ആദ്യത്തെ ചാപ്റ്ററിന്റെ പേരാണ് ഉൽ ബനീഥി മാ എന്ന് പറയുന്നത്. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യുക, ആദ്യം ടെക്സ്റ്റിൽ നോട്ട് ബുക്കും പെന്നൊക്കെ എടുത്തെല്ലാം റെഡി ആയിരിക്കുക. നമ്മൾ എന്ത് ചെയ്യുന്നു, ആദ്യം ടെക്സ്റ്റിൽ ഈ വർഷത്തെ നമ്മുടെ സിലബസ് എന്താണ്, സിലബസ് എന്ന് ഉദ്ദേശിച്ചത് നമുക്ക് എന്താണ് എക്സാമിന് ഏതൊക്കെ ചാപ്റ്ററിൽ നിന്നാണ് എക്സാമിന് വരുന്നത് എന്ന് അറിയാൻ വേണ്ടിയിട്ടില്ല. അതിന് ജസ്റ്റ് ഒന്ന് ഞാൻ പറഞ്ഞു തരുന്നുണ്ടോ, നിങ്ങൾ നോട്ട് ചെയ്ത് വെക്കുക. നമ്മൾ ഈ ഒരു വർഷം മുഴുവൻ പഠിക്കാൻ പോകുന്ന സംഭവമല്ലേ, ഒന്ന് അറിഞ്ഞിരിക്കണ്ടേ, അതിന് വേണ്ടിയിട്ട്. നിങ്ങൾ ആദ്യമേ ചെയ്യേണ്ടത് ടെക്സ്റ്റ് എടുത്തിട്ട് ആദ്യം ടെക്സ്റ്റ് എടുക്കുക. അതിൽ ഇൻഡെക്സ് എന്ന് എഴുതിയിട്ടുള്ള ഒരു ഭാഗം ഉണ്ടാവും. ഹിന്ദിയിൽ അതിന് അനുക്രം എന്ന് പറയും. ആ ഒരു ഭാഗം നിങ്ങൾ എടുക്കുക, ടെക്സ്റ്റിൽ ഈ പോർഷൻ നിങ്ങൾ എടുക്കുക. എന്നിട്ട് അതിൽ ഞാൻ കുറച്ച് ചാപ്റ്ററുകളുടെ പേരുകൾ പറയും. അത് നിങ്ങൾക്ക് എക്സാമിന് ഉണ്ടാവില്ല, പഠിക്കാൻ ഉണ്ടാവില്ല. നിങ്ങൾക്ക് നമ്മുടെ അധിക വാചനക്ക്, അതായത് കൂടുതൽ വായിക്കാൻ വേണ്ടി മാത്രമുള്ള ചാപ്റ്ററുകളാണ് അതിലുള്ളത്. അപ്പൊ ആ കാര്യം നിങ്ങളൊന്ന് ശ്രദ്ധിക്കുക. ഓക്കെ, നിങ്ങൾ ടെക്സ്റ്റ് ഒക്കെ എടുത്തിട്ടുണ്ടോ? ഞാൻ പറയട്ടെ ചാപ്റ്ററുകളുടെ പേരുകൾ. ഓക്കെ, നിങ്ങൾ എന്ത് ചെയ്യാ, ഈ ഫസ്റ്റ് യൂണിറ്റ് ഒന്നില് അവസാനത്തെ ചാപ്റ്ററിലെ TV നിങ്ങൾക്ക് എക്സാമിന് ഉണ്ടാവില്ല. അതിൽ ആ ചാപ്റ്ററിൽ നിന്നുള്ള ക്വസ്റ്റ്യനോ നിങ്ങൾക്ക് അതിനുള്ള ആൻസർ എഴുതേണ്ട ആവശ്യകത വരില്ല. നിങ്ങൾ എന്ത് ചെയ്യുക, ഈ TV എന്നുള്ള ചാപ്റ്ററിന്റെ നേരെ ഒരു തെറ്റിടുകയോ എന്തെങ്കിലും നിങ്ങൾക്ക് മനസ്സിലാകുന്ന രീതിയിൽ ആ ചാപ്റ്റർ ഉണ്ടാകില്ല എന്ന രീതിയിൽ ഒന്നവിടെ അടയാളപ്പെടുത്തി വെക്കാം. അടയാളപ്പെടുത്തിയോ? ഓക്കെ, നിങ്ങൾ മറുപടി പറഞ്ഞതിന് ശേഷം ഞാൻ അടുത്ത ഭാഗത്തേക്ക് പോകുള്ളൂ കേട്ടോ. അപ്പൊ അതുകൊണ്ട് നിങ്ങൾ എന്ത് ചെയ്യുക, മറുപടി പറയാം പെട്ടെന്ന്. ഇനി രണ്ടാമത്തെ യൂണിറ്റില് അവസാനത്തെ ചാപ്റ്റർ ആയിട്ടുള്ള ഫൂലോ കാ ഷോ എന്ന് പറയുന്ന ചാപ്റ്റർ ഉണ്ട്. രണ്ടാമത്തെ യൂണിറ്റില് അവസാനത്തെ ചാപ്റ്റർ ആയിട്ടുള്ള ഫൂലോ കാ ഷോ, ആ ചാപ്റ്റർ നിങ്ങൾക്ക് എന്താവില്ല, എക്സാമിന് ഉണ്ടാവില്ല. ഓക്കെ, അടയാളപ്പെടുത്തിയോ? ഓക്കെ, ഇനി മൂന്നാമത്തെ യൂണിറ്റിലും അതുപോലെ അവസാനത്തെ ചാപ്റ്റർ എന്താണ്, അന്തർക്കെ ഓർ ബാഹർക്കെ എന്ന് പറയുന്ന ചാപ്റ്റർ ആയിരിക്കും. അടയാളപ്പെടുത്തിയോ? ഇനി അതുപോലെ നാലാമത്തെയും അഞ്ചാമത്തെ യൂണിറ്റിലും എന്താ അവസാനത്തെ ചാപ്റ്ററുകൾ ഏതാണ്? നാലാമത്തെ യൂണിറ്റില് ദൗഡ് എന്ന് പറയുന്ന ചാപ്റ്റർ, അഞ്ചാമത്തെ യൂണിറ്റില് ആ മേരെ പിത, നാലാമത്തെ യൂണിറ്റില് ലാസ്റ്റ് ചാപ്റ്ററിലെ ദൗഡും അഞ്ചാമത്തെ യൂണിറ്റില് ഓ മേരെ പിത എന്ന് പറഞ്ഞ ചാപ്റ്റർ നമുക്ക് എക്സാമിന് ഉണ്ടാകൂല. ഓക്കെ, ക്ലിയർ ആയോ? അപ്പൊ നമുക്ക് ടോട്ടൽ എത്ര ചാപ്റ്റർ ഉള്ളത്? ആദ്യത്തെ യൂണിറ്റിൽ 3 ചാപ്റ്റർ പഠിക്കാനുണ്ട്. രണ്ടാമത്തെ യൂണിറ്റില് അതുപോലെ 3 ചാപ്റ്റർ പഠിക്കാനുണ്ട്. മൂന്നാമത്തെ യൂണിറ്റില് 2 ചാപ്റ്റർ പഠിക്കാനുണ്ട്. അപ്പോഴേക്കും 8 ചാപ്റ്റർ ആയി. ഇനി നാലാമത്തെ യൂണിറ്റില് 2 ചാപ്റ്റർ, അപ്പോൾ 8 × 2 = 10. അഞ്ചാമത്തെ യൂണിറ്റില് 2 ചാപ്റ്റർ, അതായത് ടോട്ടൽ 12 ചാപ്റ്ററുകളാണ് നമുക്ക് ഈ വർഷം പഠിക്കാനുള്ളത്. ആ ഒരു കാര്യം നിങ്ങൾ എന്ത് ചെയ്യുക, ഒന്ന് മനസ്സിലാക്കി വെക്കുക. ഓക്കെ, ക്ലിയർ ആയോ? അപ്പൊ നമുക്ക് ഇന്നത്തെ ചാപ്റ്ററിലേക്ക് കിടക്കാം അല്ലേ? നിങ്ങൾ എന്ത് ചെയ്യുക, 9ാമത്തെ പേജാണ് എന്റെ പുസ്തകത്തില്. ചാപ്റ്ററിന്റെ പേരാണ് പുൽ ബനീഥി മാ, അമ്മ പാലമായിരുന്നു എന്ന് എന്ത് ചെയ്യാ, നോട്ട് ബുക്കില് ആദ്യം ഒരു പേജിൽ എന്താ എഴുതിയേക്കാം, പുൽ ബനീഥി മാ, അമ്മ പാലമായിരുന്നു എന്ന് എഴുതി വെക്കാം. എഴുതിയോ? എഴുതി സർ. ഓക്കെ, ഒരാൾ എഴുതി, ആൾക്കാരൊക്കെ ഒന്ന് പറയാം എഴുതിയിട്ടുണ്ടെങ്കിൽ. ഓക്കെ, അപ്പോ ഒരുവിധ ആൾക്കാരൊക്കെ എഴുതിയിട്ടുണ്ട്.
ഇനി ഞാൻ പറയാൻ പോകുന്ന കാര്യങ്ങൾ നല്ലവണ്ണം ശ്രദ്ധിക്കാം. കാരണം ഈ ചാപ്റ്റർ തുടങ്ങുന്നതിന് മുൻപ് ആ ചാപ്റ്ററെ കുറിച്ചുള്ള ചെറിയൊരു ധാരണ നമുക്ക് ഉണ്ടായിരിക്കണം. അതായത് ചാപ്റ്റർ എന്താണ്, പിന്നെ നമ്മൾ പഠിക്കാൻ പോകുന്ന സംഭവം എന്താണ് എന്നുള്ളത് കുറച്ചൊന്ന് നമ്മൾ അറിഞ്ഞിരിക്കണം. അപ്പൊ അതിനെ സംബന്ധിച്ച് ഞാൻ കുറച്ച് കാര്യങ്ങൾ പറയും, എന്നിട്ട് നമുക്ക് ചാപ്റ്ററിലേക്ക് കടക്കാം. ഓക്കെ. ഈ പുൽബനീഥിമ എന്ന് പറയുന്നത് ഒരു കവിതയാണ്. നമ്മൾ നോട്ടായിട്ട് ഇങ്ങനെ സാധാരണ എഴുതാറില്ല. നോട്ടായിട്ട് ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ എഴുതൂല. ഏത് ചാപ്റ്റർ ആണ് എടുക്കുന്നത്, ആ ചാപ്റ്ററിലെ ഇമ്പോർട്ടന്റ് പോയിന്റ് എന്താണോ അതാണ് നമ്മൾ എഴുതി വെക്കാറ്. ഉദാഹരണം ഇപ്പൊ നമ്മൾ എടുക്കാൻ പോകുന്ന പുൽബനീഥിമ. ഇനി അടുത്ത പോയിന്റ് പറഞ്ഞ സമയത്ത് നിങ്ങൾ എന്ത് ചെയ്യുക, നമ്മൾ സാധാരണ പുസ്തകത്തിൽ ഇവിടെ നോട്ട് ബുക്കിലൊക്കെ എഴുതുന്നത് പോലെ ഇവിടെ എന്ത് ചെയ്യാം, ഒരു പോയിന്റ് ആക്കിയിട്ട് എഴുതാം. ഇവിടെ പോയിന്റ് ആക്കിയിട്ട് എഴുതാം. അതിന്റെ താഴെ ആദ്യം നമ്മൾ മലയാളം പറയും, അതിന്റെ താഴെ നമ്മൾ അതിനെ ഹിന്ദിയും പറയും. മലയാളം ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരും, ഹിന്ദി ഞാൻ നിങ്ങൾക്ക് ബോർഡിൽ എഴുതി തരും. ഈ രണ്ട് കാര്യങ്ങൾ നിങ്ങൾ എന്ത് ചെയ്യണം, നോട്ട് ബുക്കിൽ എഴുതിയെടുക്കണം. അപ്പൊ ഓക്കെ, റെഡി അല്ല എല്ലാവരും? ഓക്കെ. നമ്മൾ ആദ്യത്തെ പോയിന്റ് എന്താണ്, ഇത് ഒരു കവിതയാണ് എന്ന് നിങ്ങളവിടെ എഴുതി വെക്കുക. ഫസ്റ്റ് നിങ്ങൾ എന്ത് ചെയ്യുക, ഫസ്റ്റ് പോയിന്റ് എന്ന രീതിയിൽ നമ്മൾ പഠിക്കാൻ പോകുന്ന ചാപ്റ്റർ കവിതയല്ലേ, അതുകൊണ്ട് നമ്മൾ ഒരു കവിതയാണ് എന്ന് ഹിന്ദിയിൽ എഴുതി വെക്കാം, മലയാളത്തിൽ എഴുതി വെക്കുക. അതിനുശേഷമാണ് ഹിന്ദി ബോർഡിൽ എഴുതി തരുന്നത്. ഓക്കെ. എഴുതിയെടുത്തോ? അതിന്റെ ഹിന്ദിയാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്, ശ്രദ്ധിക്കാണ്ടില്ലേ? ഇത് കാണുന്നുണ്ടോ? ബോർഡ് കാണുന്നില്ല നിങ്ങൾക്ക്? ഓക്കെ, കാണുന്നുണ്ട്. അപ്പോ ഇത് ഏക് കവിത ഹൈ, ഇത് ഒരു കവിതയാണ് എന്നുള്ളത് ഫസ്റ്റ് പോയിന്റ്. യഹ് ഏക് കവിത ഹൈ, ഇതൊന്ന് എഴുതിയെടുക്കാൻ. എഴുതി സർ. ഓക്കെ, കഴിഞ്ഞോ? എല്ലാവരും കഴിഞ്ഞെങ്കിൽ പറയാം, ഓരോരുത്തർ പറയാം. അപ്പൊ നമുക്ക് അടുത്ത ഭാഗത്തിലേക്ക് പോവാം. ഇനി അടുത്ത നമ്മൾ എഴുതാൻ പോകുന്ന പോയിന്റ്, ഈ കവിത എഴുതിയത് ഹിന്ദി സാഹിത്യത്തിലെ പ്രസിദ്ധ എഴുത്തുകാരനായിട്ടുള്ള നരേന്ദ്ര പുണ്ടരിക് ആണ് എന്ന് എഴുതി വെക്കുക. കേൾക്കുന്നുണ്ടോ? ഒന്നുകൂടി പറയൂ സാറേ. ഒന്നുകൂടി പറയാം. ഈ കവിത എഴുതിയത് ഹിന്ദി സാഹിത്യത്തിലെ പ്രസിദ്ധ എഴുത്തുകാരനായ നരേന്ദ്ര പുണ്ടരിക് ആണ്. പ്രസിദ്ധ എഴുത്തുകാരനായ നരേന്ദ്ര പുണ്ടരിക് ആണ്. എഴുതിയോ? ഈ കവിത എഴുതിയത് ഹിന്ദി സാഹിത്യത്തിലെ പ്രസിദ്ധ എഴുത്തുകാരനായ നരേന്ദ്ര പുണ്ടരിക് ആണ്. എഴുതിയോ നിങ്ങള്? ഓക്കെ ഓക്കെ. അപ്പൊ അതിന്റെ ഇപ്പൊ നമ്മൾ പറഞ്ഞ പോയിന്റിന്റെ ഹിന്ദിയാണ് എഴുതാൻ പോകുന്നത്.
ഇവിടെ എഴുതിയിട്ടുണ്ട്. അപ്പൊ എഴുതിയ പോയിന്റിന്റെ ഹിന്ദിയാണ്. ഇസ് കവിത കെ ലേഖക് ഹിന്ദി സാഹിത്യ കെ പ്രമുഖ കവി നരേന്ദ്ര പുണ്ടരിക് ഹെ. കേൾക്കുന്നുണ്ടോ? Yes, sir. Yes, sir. അപ്പൊ ഈ പോയിന്റ് ഓക്കെ. അപ്പൊ നിങ്ങൾ എന്ത് അപ്പൊ അത്തരത്തിൽ ഉപമിക്കുന്ന ആ സംഭവം അതുപോലെ ഈ ചാപ്റ്ററിൽ ഉൽ ബനീഥിമ എന്നുള്ളതില് അമ്മയെ എന്തിനോട് ഉപമിക്കുകയാണ് കവി? പാലത്തിനോട് ഉപമിക്കും. അമ്മ പാലമായിരുന്നു എന്ന് പറയുന്നത് അത് ഏത് രീതിയിലാണ്, എങ്ങനെയാണ് എന്നുള്ളത് നമുക്കൊന്ന് പരിശോധിക്കാം. നിങ്ങൾ എന്ത് ചെയ്യുക, ആദ്യത്തെ ചാപ്റ്റർ ടെക്സ്റ്റ് കയ്യിൽ എല്ലാവർക്കും ഉണ്ടോ? എല്ലാവരുടെയും കയ്യിൽ ടെക്സ്റ്റ് ഉണ്ടോ? Yes, sir. Yes, sir. Yes, sir. Yes, sir. ഓക്കെ. നിങ്ങൾ എന്ത് ചെയ്യുക, അപ്പോ 9ാമത്തെ പേജ് നിങ്ങൾ എടുക്കുക. നിങ്ങളുടെ കയ്യിൽ ആ ഉൽ ബനീഥിമ എന്ന് പറഞ്ഞ ചാപ്റ്റർ എടുക്കുക. അതിൽ ഞാൻ വായിച്ചു തരുമ്പോഴൊന്ന് നിങ്ങൾ കൂടെ വായിക്കാച്ചാല് മനസ്സിൽ കരുതിയാൽ മതി. പിന്നെ അതിന്റെ അർത്ഥം പറഞ്ഞിരുന്ന സമയത്ത് നിങ്ങൾ അവിടെ അടയാളപ്പെടുത്തി വെക്കുക. ഓക്കെ? Okay, sir. Okay, sir. നമുക്ക് തുടങ്ങാം. ഉൽ ബനീഥിമ, അമ്മ പാലമായിരുന്നു. അതിൽ പുൽ എന്ന് പറയുന്നത് എന്താണ്? പാലമാണ്. ബനീഥി എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ആയിരുന്നു എന്നുള്ള മീനിങ് ആണ്. നിങ്ങൾ രണ്ടും അവിടെ എഴുതിക്കുക. പുൽ എന്നുള്ളത് പാലം, ബനീഥി എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ആയിരുന്നു, മാ എന്ന് പറയുന്നത് അമ്മ. ഹം ഭായിയോം കെ ബീച്ച് ഉൽ ബനീഥിമ. ഹം എന്ന് പറയുന്നത് ഞങ്ങൾ, ഭായിയോം എന്ന് ഉദ്ദേശിക്കുന്നത് സഹോദരങ്ങൾ, ബീച്ച് കെ ബീച്ച് എന്നുള്ള ഉദ്ദേശിക്കുന്നത് ഇടയിൽ എന്ന് അർത്ഥം വരുന്നു. കെ ബീച്ച് എന്നുള്ളതിന് മുഴുവൻ അർത്ഥം ഇടയിൽ എന്നാണ്. ഉൽ ബനീഥിമ, അമ്മ പാലമായിരുന്നു. ഞങ്ങൾ സഹോദരങ്ങൾക്കിടയിൽ അമ്മ ഒരു പാലമായിരുന്നു. അതായത് സഹോദരങ്ങൾക്കിടയിൽ, എഴുത്തുകാരന് പറയുന്നത് എന്താണ്? എഴുത്തുകാരന്റെ സഹോദരങ്ങൾക്കിടയിൽ അവരുടെ അമ്മ ഒരു പാലമായിരുന്നു. പൊതുവെ എല്ലാവരും, എഴുത്തുകാരന് മാത്രമല്ല നമുക്കിടയിലും, നമ്മൾ അനിയന്മാരുണ്ടെങ്കിൽ അല്ലെങ്കിൽ ചേച്ചിമാരുണ്ടെങ്കിൽ അല്ലെങ്കിൽ അനിയത്തികളുണ്ടെങ്കിൽ അതുപോലെ തന്നെ ഏട്ടന്മാരുണ്ടെങ്കിൽ നമ്മൾക്കൊക്കെ ഇടയിൽ ആരാണ്? അമ്മയായിരിക്കും ഒരു പാലം. കാരണം എന്താണ്? നമ്മള് തൊട്ടേനും തൊടിഞ്ഞതിനൊക്കെ നമ്മൾ പരസ്പരം തല്ലൂടെ അല്ലെങ്കിൽ എന്തെങ്കിലും പറഞ്ഞിട്ട് വർത്താനം ഉണ്ടാവുന്നതൊക്കെ ചെയ്യും. അപ്പൊ അത്തരത്തിൽ നമ്മൾക്കിടയിൽ ഒരു ബാലൻസ്, നമ്മൾ അടി കൂടാണ്ടിരിക്കാൻ വേണ്ടിയിട്ടും പിന്നെ അത് കൂടുതൽ പ്രശ്നങ്ങൾ വരാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യും? അമ്മ അതിന്റെ ഇടയിൽ നമ്മളോട് ഇടപെട്ടിട്ട് ആ പ്രശ്നം പരിഹരിക്കാറുണ്ട്. അതായത് അവിടെ എന്താണ്? അമ്മ ഒരു പാലമാകുന്നു. രണ്ടു കൂട്ടരെയും കൂടി എന്ത് ചെയ്യുന്നു? ബാലൻസ് ചെയ്ത് അവിടെ നിർത്താറുണ്ട്. അപ്പൊ ആദ്യത്തെ വരിയിൽ എന്താ പറഞ്ഞത്? ഞങ്ങൾ സഹോദരങ്ങൾക്കിടയിൽ അമ്മ ഒരു പാലമായിരുന്നു. ഇനി അടുത്ത എന്താണ്? ജിസ്മെ ആയദിൻ. ജിസ്മെ എന്നാണ് ഏതിൽ എന്നാണ് അർത്ഥം എന്നുള്ള മീനിങ് കൂടി വരുന്നുണ്ട്. ആയദിൻ വരുന്ന ദിവസം, തൗർത്തി രഹത്തി ബേധടക് ഓടിക്കൊണ്ടിരിക്കും, ബേധടക് ഒരു കിതപ്പും ഇല്ലാണ്ട്. ബിനാ കിസി ഹരിലാൽ ബത്തിക്ക് ഹം ലോഗോ കി ചുക് ചുക് ചക് ചക്. എന്താണ് അപ്പൊ അതിൽ പറയുന്നത്? ജിസ്മെ ആയദിൻ, ഏത് ദിവസം കണ്ടു കഴിഞ്ഞാലും അമ്മ എങ്ങനെ ആയിരിക്കും? ഇങ്ങനെ ഓടിക്കൊണ്ടേയിരിക്കും. ഒന്നെങ്കിൽ ഇപ്പൊ നമ്മുടെ അടുത്താണെങ്കിൽ പിന്നീട് നമ്മൾ അനിയന്മാരുടെ അടുത്ത്, അല്ലെങ്കിൽ പിന്നെ അച്ഛന് എന്തെങ്കിലും ആവശ്യപ്പെടുന്ന ആ സമയത്ത്, ഫുൾ ടൈം എന്തെങ്കിലും തരത്തിലുള്ള ബിസിയിലായിരിക്കും അമ്മ. തിരക്കെന്ന് പറഞ്ഞാൽ നമ്മുടെ ആവശ്യങ്ങൾ നിറവേറ്റുന്ന തിരക്കിലായിരിക്കും അമ്മ. അപ്പൊ അതിൽ അതാണ് പറയുന്നത്, ജിസ്മെ ആയദിൻ, ഏത് ദിവസം കണ്ടു കഴിഞ്ഞാലും. ജിസ്മെ ഏത് ദിവസമാണോ, ആയദിൻ ആ ദിവസം ഒക്കെ. ദൗഡ്തി രഹത്തി, ദൗഡ്ന എന്ന് പറഞ്ഞാൽ ഓടുക എന്നാണ്. ദൗഡ്തി രഹത്തി എന്ന് പറഞ്ഞാൽ ഓടിക്കൊണ്ടിരിക്കുന്നു എന്നുള്ള മീനിങ്. ദൗഡ്തി രഹത്തി ഓടിക്കൊണ്ടിരിക്കുന്നു എന്നാണ് അതിന്റെ മീനിങ്. കേൾക്കുന്നുണ്ട് എല്ലാവർക്കും?
Yes, sir. Yes, sir. sir. ഇനി അടുത്തത് ബേധടക്. ബേധടക് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഒരു കിതപ്പുമില്ലാണ്ട്. ബേധടക് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഒരു കിതപ്പും ഇല്ലാണ്ട്. അപ്പൊ അമ്മ എന്ത് ചെയ്യുന്നു? ഒരു കിതപ്പും ഇല്ലാണ്ട് ഞങ്ങൾക്കിടയിൽ ഓടിക്കൊണ്ടിരിക്കുന്നു എന്നാണ് കവി പറയുന്നത്. പിന്നെന്താ അടുത്ത വരിയിൽ പറയുന്നത്? ബിനാ കിസി ഹരിലാൽ ബത്തിക്ക് ഹം ലോഗോം കി ചുക് ചുക് ചക് ചക്. ബിനാ കിസി, അതിന്റെ അർത്ഥം എന്താണ്? യാതൊരു കാരണവും ഇല്ലാണ്ട്. അതായത് അമ്മക്ക് ഇപ്പൊ ഇത് ചെയ്തെന്നാലും ചെയ്തിട്ടില്ലെങ്കിലും ജീവിക്കാം, അല്ലെങ്കിൽ യാതൊരു തരത്തിലുള്ള പ്രശ്നങ്ങൾ സംഭവിക്കുന്നില്ല. ചെയ്താൽ ഇപ്പൊ ഈ പറഞ്ഞ മക്കൾക്കിടയിലും ഭർത്താവിനും കുടുംബങ്ങൾക്കിടയിലൊക്കെ ഓടി നടക്കുമ്പോൾ നമുക്ക് വേണമെങ്കിൽ അത് ഓടി നടന്നാൽ മതി, അല്ലെങ്കിൽ ഒരു ഭാഗത്ത് ഇരുന്നാലും മതി. പക്ഷെ അമ്മ അത് എന്ത് ചെയ്യുന്നു? അതൊന്നും വകവെക്കാണ്ട് ആരും ഒരു സിഗ്നൽ തരാണ്ട്. ഉദ്ദേശിക്കുന്നത് സാധാരണ നമ്മളൊരു വാഹനം പോകുമ്പോൾ എങ്ങനെയാണ്? നമ്മൾ സിഗ്നൽ, ട്രാഫിക് സിഗ്നൽ അവിടെ കണ്ടു കഴിഞ്ഞാൽ ചുവപ്പ് കത്തി കഴിഞ്ഞാൽ അവിടെ വണ്ടി അവിടെ നിൽക്കും, പച്ച കത്തിയ വീണ്ടും വണ്ടി പോകും, ഇങ്ങനെയല്ലേ? അപ്പൊ എന്താണ്? ഈ വാഹനങ്ങൾ പോലും ഓടുന്നത് എന്തിനെ ബേസ് ചെയ്തിട്ടാണ്? ഈ സിഗ്നലിനെ ബേസ് ചെയ്തിട്ടാണ്. പക്ഷെ നമുക്ക് സിഗ്നലിന്റെ പോലും ആവശ്യമില്ല, അമ്മ ഫുൾ ടൈം ഓട്ടത്തിലാണ്. അതാണ് കവി പറയുന്നത്. എന്താണ് ആ വരിയാണ്? എന്ത്? ബിനാ കിസി ഹരിലാൽ ബത്തിക്ക്, യാതൊരു ഹരിലാൽ പച്ചയും ചുവപ്പും, ബത്തിക്ക് ലൈറ്റിന് കൂടാണ്ട്. അതായത് ഒരു ലൈറ്റിന്റെ ആവശ്യമില്ല, അത് കൂടാണ്ട് തന്നെ അമ്മ എന്ത് ചെയ്യും? ഇങ്ങനെ ഓടിക്കൊണ്ടേയിരിക്കും എന്ന് പറയുന്ന. എന്നിട്ട് പറയുന്ന ഹം ലോഗോക്ക്, നമ്മൾക്കിടയിൽ, അല്ലെങ്കിൽ നമുക്ക് വേണ്ടി. ഹം ലോഗോംകി, നമ്മളുടെ എന്തായിട്ടാണ് ഓടുന്നത് അമ്മ? ചുക് ചുക് ചക് ചക്. ഈ ചുക് ചുക് ചക് ചക് കൊണ്ട് ഉദ്ദേശിക്കുന്ന വാഹനത്തിന്റെ ശബ്ദമാണ്. ഒന്ന് നമുക്ക് ബസ്സാക്കാം, ട്രെയിൻ ആക്കാം, എന്ത് പറയും, അതിന്റെ ഒരു ശബ്ദം ഉണ്ടാവില്ല. ആ ശബ്ദത്തെയാണ് ചുക് ചുക് ചക് ചക് കൊണ്ടുള്ളത് കവി ഉദ്ദേശിക്കുന്നത്. ഓക്കെ, അപ്പൊ ഈ ഒരു പാരഗ്രാഫ് എല്ലാവർക്കും ക്ലിയർ ആയോ? Clear, sir. ഓക്കെ, അപ്പൊ ഞാൻ ജസ്റ്റ് ഒന്ന് ഓടിച്ചു വിടുന്നുണ്ട്. ഹം ഭായിയോം കെ ബീച്ച് പുൽ ബനി ഥി മാ, ഞങ്ങൾ സഹോദരങ്ങൾക്കിടയിലെ അമ്മ ഒരു പാലമായിരുന്നു. ജിസ്മെ ആയതിൻ, ഏതൊരു ദിവസം വന്നു കഴിഞ്ഞാലും, ദൗഡ്തി രഹത്തി ഭേദടക്, യാതൊരു കാരണവും ഇല്ലാണ്ട് അമ്മ എന്ത് ചെയ്യും? ഓടിക്കൊണ്ടിരിക്കും, ഞങ്ങൾക്കിടയിൽ ഓടിക്കൊണ്ടിരിക്കും. ബിനാ കിസി ഹരിലാൽ ബത്തിക്ക്, അതായത് സാധാരണ നമുക്ക് എന്തിന്റെ ആവശ്യകത ഉണ്ട്? ഒരു സിഗ്നൽ, വാഹനങ്ങൾ ഓടിക്കണമെങ്കിൽ അതിൽ സിഗ്നലുകളുടെ ആവശ്യകത ഉണ്ട്. പക്ഷെ ഒരു സിഗ്നലിന്റെയും ആവശ്യകത ഇല്ലാണ്ട് എന്ത് ചെയ്യും? അമ്മ അങ്ങോട്ടും ഇങ്ങോട്ടും ഓടിക്കൊണ്ടിരിക്കും. ഹം ലോഗോം കി ചുക് ചുക് ചക് ചക്, ഞങ്ങൾക്കിടയിൽ എന്തായി? ചുക് ചുക് ചക് ചക്, ആ വാഹനത്തിന്റെ ശബ്ദമായിരിക്കും. ഇനി അടുത്ത പാരഗ്രാഫിലേക്ക് നമുക്ക് കടക്കാം. ഓക്കെ, Yes, sir. पिता के हम भाइयों के बीच, पिता के बाद, പിത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിതാവ്, അച്ഛൻ. കെ ബാദ് എന്ന് പറഞ്ഞ ശേഷം. നമ്മൾ ഫസ്റ്റ് പാരഗ്രാഫിൽ കെ ബീച്ച് എന്ന് പഠിച്ചു. കെ ബീച്ച് എന്ന് പറഞ്ഞാല് ഇടയിൽ. ഓക്കെ, ആ കാര്യം നിങ്ങൾ എന്ത് അവിടെ നോട്ട് ചെയ്ത് വെക്കുക. കെ ബീച്ച് എന്ന് പറഞ്ഞ ഇടയിൽ എന്ന് പറഞ്ഞു. അതുപോലെ കെ സാത്ത്, കെ ബാദ് എന്ന് പറയുന്നു. അപ്പൊ എന്താണ്? ശേഷം. രണ്ടാമത്തെ പാരഗ്രാഫിലെ ആദ്യത്തെ വരിയാണ് വായിക്കുന്നത്. ഇവിടെ ഈ വരിയാണ് വായിച്ചുകൊണ്ടിരിക്കുന്നത്. പിതാ കെ ബാദ്, പിതാവിന് ശേഷം. പിതാ എന്ന് പറഞ്ഞാൽ അറിയാം, പിതാവ്. കെ ബാദ് എന്ന് പറഞ്ഞ ശേഷം. പിതാ കെ ബാദ് എന്ന് പറഞ്ഞാല് പിതാവിന് ശേഷം. ഹം ഭായിയോം കെ ബീച്ച്, ഞങ്ങൾ സഹോദരങ്ങൾക്കിടയിൽ. പുൽ ബനിമ, അമ്മ ഒരു പാലമായി തീർന്നു. ഉദ്ദേശിക്കുന്നത് എന്താണ്? അച്ഛന്റെ മരണശേഷം അല്ലെങ്കിൽ അച്ഛന്റെ കാലശേഷം ഞങ്ങൾ സഹോദരങ്ങൾക്കിടയിലാണ് അമ്മ ഒരു പാലമായി തീർന്നത് യഥാർത്ഥം. അതായത് കവി അവിടെ ഉദ്ദേശിക്കുന്നത്, സാധാരണ വീട്ടിൽ അച്ഛൻ ഉണ്ടാകുമ്പോൾ, അച്ഛനും അമ്മക്ക് വീട്ടിൽ ഉള്ള ഒരു കുടുംബമാണെങ്കിൽ, വീടാണെങ്കിൽ പൊതുവെ അച്ഛന്മാരവിടെ നിയന്ത്രിക്കും. വീട്ടിലെല്ലാ കാര്യങ്ങളും നോക്കുന്നത് അവരായിരിക്കും. അതുപോലെ എന്ത് ചെയ്യും? ഈ കുട്ടികൾക്കിടയിൽ എന്തെങ്കിലും പ്രശ്നങ്ങൾ ഇല്ലാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് ആര് ശ്രദ്ധിക്കും? അച്ഛന്മാരും ശ്രദ്ധിക്കും. പക്ഷെ ശരിക്കും അമ്മ ഒരു പാലമായി തീരുന്നത് ഈ സഹോദരങ്ങൾക്കിടയിൽ
ഒരു ബാലൻസ് ചെയ്ത് നിർത്തുന്ന ഒരാളായി തീരുന്ന എപ്പോഴാണ്? അച്ഛന്റെ കാലശേഷമാണ്. അതാണ് ആ വരിയിൽ പറയുന്നത്. എന്ത്? ഹം ഭായിയോം കെ ബീച്ച്, ഹം എന്ന് പറഞ്ഞാൽ ഞങ്ങൾ, ഭായിയോം കെ ബീച്ച്, ഭായിയോം എന്ന് പറഞ്ഞ സഹോദരങ്ങൾ, കെ ബീച്ച് ഇടയിൽ, പുൽ ബനി ഥിമ അമ്മ പാലമായിരുന്നു എന്ന്. എന്നിട്ട് എന്താ പറയുന്നത് അടുത്ത വരിയില്? അച്ചാനക് നഹി ടൂട്ടി ധീരെ ധീരെ ടൂട്ടി രഹി. പെട്ടെന്ന് മുറിഞ്ഞതല്ല, മെല്ലെ മെല്ലെ മുറിഞ്ഞു പോയതാണ്. എന്തിനോ കവി ഉദ്ദേശിക്കുന്നുണ്ട്. അതെന്ത് ചെയ്യാം, നമുക്ക് അടുത്ത വരികളിൽ വരുമ്പോഴും മനസ്സിലാകും എന്താ ഉദ്ദേശിക്കുന്നത്. അപ്പോ അച്ചാനക് നഹി ടൂട്ടി, അച്ചാനക് എന്ന് പറഞ്ഞാൽ പെട്ടെന്ന്. എഴുതിയോ? അച്ചാനക് എന്ന് പറയുന്നത് പെട്ടെന്ന്. നഹി ടൂട്ടി, ടൂട്ടന എന്ന് പറഞ്ഞ മുറിയുക എന്നാണ്. നഹി ടൂട്ടി എന്ന് പറയുമ്പോൾ മുറിഞ്ഞിട്ടില്ല, അതായത് പെട്ടെന്ന് മുറിഞ്ഞതല്ല എന്നുള്ള മീനിങ് വരുന്നത്. ധീരെ ധീരെ മെല്ലെ മെല്ലെ, ധീരെ ധീരെ കൊണ്ട് ഉദ്ദേശിക്കുന്നത് മെല്ലെ മെല്ലെ എന്നാണ് അർത്ഥം. ടൂട്ടി രഹി, ടൂട്ടി രഹി അതായത് മുറിഞ്ഞുകൊണ്ടിരുന്നു. അപ്പൊ പെട്ടെന്ന് മുറിഞ്ഞതല്ല, മെല്ലെ മെല്ലെ മുറിഞ്ഞുകൊണ്ടിരുന്നതാണ്. എന്ത്? മാൻതെ രഹേക്ക് ബൂഡാ രഹി ഹെ മാ, മാൻതെ രഹേക്ക് ബൂഡാ രഹി ഹെ മാ. ഞങ്ങൾ എന്ത് ചെയ്തു? മനസ്സിൽ ചിന്തിക്കാൻ തുടങ്ങി. എന്ത്? ബൂഡാ രഹി ഹെ മാ, അമ്മ വയസ്സായത് ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ് എന്നുള്ള കാര്യം ഞങ്ങൾ എന്ത് ചെയ്തു? മനസ്സിൽ ഇങ്ങനെ ചിന്തിച്ചു കൊണ്ടിരിക്കുന്നു. അവിടെ എന്താണ് ഉദ്ദേശിക്കുന്നത്? അമ്മ ഞങ്ങൾ സഹോദരങ്ങൾക്കിടയിൽ ഒരു പാലമായിരുന്നു എന്ന് പറഞ്ഞു. പിന്നെ പറയുന്നതാണ് പെട്ടെന്ന് മുറിഞ്ഞതല്ല, മെല്ലെ മെല്ലെ മുറിഞ്ഞതാണ്. എന്താണ്? ഞങ്ങളുടെ മനസ്സിൽ തോന്നിക്കൊണ്ടിരുന്നു അമ്മ വയസ്സായിക്കൊണ്ടിരുന്നു. അതായത് ഈ ഒരു പാലം, അമ്മ ഈ സഹോദരങ്ങൾക്കിടയിൽ ഉണ്ടാക്കിയിട്ടുള്ള ഒരു പാലം, അതായത് സഹോദരങ്ങളെ ബാലൻസ് ചെയ്ത് നിർത്താനുള്ള പാലം, കുടുംബങ്ങളെ ബാലൻസ് ചെയ്ത് നിർത്താനുള്ള ആ ഒരു പാലം. കല്യാണം കഴിഞ്ഞാൽ പൊതുവെ എന്ത് ചെയ്യും? ഓരോ മക്കൾക്കും അവരുടെ ഭാര്യയോ അല്ലെങ്കിൽ പെൺകുട്ടികളാണെങ്കിൽ അവരുടെ ഭർത്താവ് അങ്ങനെയൊക്കെ ആയിട്ട് വരും. കുടുംബം വലുതാകും. അപ്പൊ അവരവരുടെ കൂടെ അവരെ സ്വകാര്യ രീതിയിൽ താമസിക്കാൻ ആഗ്രഹിക്കും. അങ്ങനെ വരുന്ന സാഹചര്യത്തിൽ എന്താകും? ഒരു വീട്ടിൽ താമസിക്കുമ്പോൾ അവർ തമ്മിൽ വാക്ക് തർക്കമൊക്കെ ഉണ്ടാവാൻ ചാൻസ് ഉണ്ട്. അപ്പൊ പണ്ട് അമ്മക്ക് ആരോഗ്യമുള്ള കാലത്ത് ഇതെന്ത് ചെയ്തിരുന്നു? ബാലൻസ് ചെയ്ത് കൊണ്ടിരുന്നു. പക്ഷെ എന്ത് ചെയ്തു? അമ്മക്ക് ഇപ്പൊ വയസ്സാവാൻ തുടങ്ങി. അപ്പൊ അവർക്ക് എന്ത് ചെയ്യും? ആ പാലം മെല്ലെ മെല്ലെ എന്ത് ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ട്? ഒന്ന് ഇളക്കം സംഭവിക്കാൻ തുടങ്ങിയിട്ടുണ്ട്. അത് അമ്മ മക്കൾക്കിടയിൽ ഉണ്ടാക്കിയെടുത്തിട്ടുള്ള ആ ഒരു ബാലൻസ് അതെന്ത് ചെയ്യാൻ മെല്ലെ മെല്ലെ അത് ഇല്ലാണ്ടാവാൻ തുടങ്ങിയിട്ടുണ്ട്. അതിനുള്ള കാരണം എന്താണ്? അമ്മക്ക് വയസ്സായി പോയി എന്നുള്ള കാരണം. കാരണം പണ്ടാണെങ്കിൽ ഓടി ചാടി നടന്ന് എല്ലാം ബാലൻസ് ചെയ്ത് നിർത്താൻ വേണ്ടി അമ്മക്ക് സാധിച്ചിരുന്നു. പക്ഷെ ഇപ്പോഴെന്ത് ചെയ്യുന്നില്ല? അത് സാധിക്കുന്നില്ല. അതിനുള്ള കാരണം എന്താണ്? അമ്മക്ക് വയസ്സായി പോയി. ഓക്കെ, ഈ പാരഗ്രാഫ് നിങ്ങൾക്ക് മനസ്സിലായോ? Yes, sir. Yes, sir. Yes, sir. എല്ലാവർക്കും മനസ്സിലായോ? ഇനി നമുക്ക് അടുത്ത പാരഗ്രാഫിലേക്ക് കിടക്കല്ലേ? Okay, sir. ഓക്കെ, ഇനി മൂന്നാമത്തെ പാരഗ്രാഫ് നോക്കാം. അതിൽ എന്താണ് പറയുന്നത് കവി എന്നുള്ളത്. മാ കെ ബാർ ബാർ കഹനെ കോ ഹം മാൻകർ ചലത്തെ രഹെ. മാ കെ അമ്മയുടെ, ബാർ ബാർ വീണ്ടും വീണ്ടും, ബാർ ബാർ എന്ന് ഉദ്ദേശിക്കുന്നത് വീണ്ടും വീണ്ടും എന്നുള്ളതാണ്. ഒരു വസ്തു നമ്മൾ വീണ്ടും വീണ്ടും ചെയ്യില്ല, അതാ ഉദ്ദേശിക്കുന്നത്. വീണ്ടും, ബാർ ബാർ വീണ്ടും വീണ്ടും. കഹനേക്കോ സംസാരത്തെ, അമ്മയുടെ സംസാരത്തെ ഞങ്ങള് വീണ്ടും വീണ്ടും എന്ത് ചെയ്തു? മാന്നെ ലഗി, അമ്മ പറയുന്നത് കേട്ട് ഞങ്ങള് അത് അംഗീകരിച്ച് നടക്കാൻ തുടങ്ങി. അടുത്ത പാരഗ്രാഫിലാണ് പറയുന്നത്. അപ്പൊ എന്താ, ഏത് ഭാഗത്തേക്കാണ് കവി ഉദ്ദേശിക്കുന്നത് എന്നുള്ളത് നമുക്ക് ആ വരികൾ മുഴുവൻ വായിച്ച് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അപ്പൊ മാ കെ ബാർ ബാർ കഹനേക്കോ ഹം മാൻകർ ചലത്തെ രഹെ, അമ്മയുടെ വീണ്ടും വീണ്ടുമുള്ള ആ ഒരു സംസാരം ഞങ്ങൾ എന്ത് ചെയ്തു? മക്കള് അത് അംഗീകരിച്ചു, അത് കേട്ടുകൊണ്ട് നടന്നുകൊണ്ടിരുന്നു. അതിൽ ബാർ ബാർ കഹനേക്കോ പറയുന്നത്, ഹം ഞങ്ങൾ, മാൻകർ അംഗീകരിച്ചുകൊണ്ട്, ചലത്തെ രഹെ നടന്നുകൊണ്ടിരുന്നു.
उसके बूढ़े होने की आदत और अपनी हर आवाज में धीरे धीरे टूटती रही माँ. അടുത്ത വരിയിൽ എന്താ പറയുന്നത്? ഉസ്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് അവളുടെ, അതായത് അമ്മയെ കൊണ്ട് ഉദ്ദേശിക്കുന്നത് അമ്മയുടെ ബൂഢെ ഹോനെ കി ആദത്ത്, വയസ്സായി പോകുന്നതിന്റെ ആ ഒരു ആദത്ത് ഉദ്ദേശിക്കുന്നത് സ്വഭാവം. ഓർ അതോടൊപ്പം തന്നെ എന്താണ്? അപ്നി ഹർ ആവാസ് മേ, തന്റെ എല്ലാ ശബ്ദത്തിലും. അപ്നി എന്ന് പറഞ്ഞാൽ തന്റെ, ഹർ എല്ലാ, ആവാസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് ശബ്ദം, മേ എന്ന് പറഞ്ഞാൽ ഇൽ എന്നർത്ഥം വരും. ആവാസ് മേ എന്ന് പറഞ്ഞാൽ ശബ്ദത്തിൽ. ധീരെ ധീരെ ടൂട്ട്തി രഹി മാ, മെല്ലെ മെല്ലെ ടൂട്ട്തി രഹി മാ, മുറിയാൻ തുടങ്ങി അമ്മ. അപ്പൊ അവിടെ എന്താ ഉദ്ദേശിക്കുന്നത്? നിങ്ങൾ ഞാൻ പറയുന്നതിന്റെ അർത്ഥങ്ങളെല്ലാം എല്ലാവരും എഴുതിയിരിക്കുന്നില്ലേ? ഏതെങ്കിലും അർത്ഥം വിട്ടുപോയിട്ടുണ്ടെങ്കിൽ ഇപ്പൊ ചോദിച്ചോട്ടോ, നമ്മൾ വിട്ടുപോണ്ട. അർത്ഥങ്ങൾ അറിഞ്ഞാൽ നമുക്ക് ചാപ്റ്റർ പിന്നീട് ക്ലാസ് കഴിഞ്ഞ് ചാപ്റ്റർ എടുക്കുന്ന സമയത്ത്, വായിക്കുന്ന സമയത്ത് അത് മനസ്സിലാവുള്ളൂ. നിങ്ങൾ അർത്ഥങ്ങളെല്ലാം എഴുതിയിരിക്കുന്നുണ്ടോ? Yes. Yes, sir. Yes, sir. ഇതുവരെയുള്ളത് മൊത്തം എഴുതിയെടുത്തിട്ടില്ലേ നിങ്ങള്? Yes, sir. Yes, sir. ഓക്കെ. ഈ അവസാനത്തെ പാരഗ്രാഫിൽ പറഞ്ഞെന്ന് എഴുതിയെടുത്തോ? മൂന്നാമത്തെ പാരഗ്രാഫിൽ അത് എഴുതിയെടുത്തിട്ടുണ്ടോ? ഈ വീണ്ടും പറയണോ? ഒന്നുകൂടി പറയാൻ ശ്രദ്ധിച്ചോളൂ. മാക്കെ ബാർ ബാർ കഹനെ പർ, മാ എന്ന് ഉദ്ദേശിക്കുന്നത് അമ്മ എന്നാണ്. ബാർ ബാർ വീണ്ടും വീണ്ടും, കഹനേക്കോ പറയുന്നത്, ഹം എന്ന് പറഞ്ഞ ഞങ്ങൾ, മാൻകർ അംഗീകരിച്ചുകൊണ്ട്, ചൽത്തേ രഹെ നടന്നുകൊണ്ടിരുന്നു, ഉസ്കെ അവളുടെ എന്നാണ് ഉദ്ദേശിക്കുന്ന അമ്മയാണ് കേട്ടോ. ബൂഢെ ഹോനേക്ക്, ബൂഢ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് വയസ്സാവുക എന്നാണ്. ബൂഢെ ഹോനേക്ക് വയസ്സാകുന്നതിന്റെ, അതിന്റെ മുഴുവൻ അർത്ഥമാണ് വയസ്സാകുന്നതിന്റെ. ആദത്ത് എന്ന് പറഞ്ഞ സ്വഭാവം. ഔർ എന്ന് ഉദ്ദേശിക്കുന്നത് എന്നുള്ള മീനിങ് വരും. ആദത്ത് സ്വഭാവം, ഔർ എന്ന് ഉദ്ദേശിക്കുന്നത് അപ്നി തന്റെ, ഹർ എല്ലാ, ആവാസ് മേ ശബ്ദത്തിൽ, ആവാസ് മേ എന്ന് പറയുന്ന ശബ്ദത്തിൽ. ആവാസ് എന്ന് പറഞ്ഞ ശബ്ദം, മേ എന്ന് പറഞ്ഞ ഇൽ, സാധാരണ ഇല്ലേ, അതാ ഉദ്ദേശിക്കുന്നത്. ധീരെ ധീരെ മെല്ലെ മെല്ലെ, ടൂട്ട്തി രഹീമ മുറിയാൻ തുടങ്ങി അമ്മ. അപ്പൊ അവിടെ എന്താണ് ആ പാരഗ്രാഫിൽ കവി ഉദ്ദേശിച്ചത് എന്നുള്ളത് നമുക്ക് ഒന്ന് നോക്കാം. എന്താണ്? മാ കെ ബാർ ബാർ കഹനേക്കോ ഹം മാൻകർ ചൽത്തേ രഹെ, അമ്മയുടെ വീണ്ടും വീണ്ടുമുള്ള സംസാരത്തെ ഞങ്ങൾ അംഗീകരിച്ചുകൊണ്ട് നടക്കാൻ തുടങ്ങി. അതായത് അമ്മ എന്തെന്നറിയില്ല, ഇങ്ങനെ ഓരോ കാര്യങ്ങൾ ആവർത്തിച്ച് പറയാൻ തുടങ്ങിയ ഒരു സമയം ഉണ്ടായിരുന്നു. അത് എപ്പോഴാണ്? അതാണ് അടുത്ത വരിയിൽ പറയുന്നത്. ഉസ്കെ ബൂഢെ ഹോനേക്ക് ആദത്ത്, അമ്മക്ക് വയസ്സായി തീർന്ന സമയത്ത്. അതായത് അമ്മക്ക് വയസ്സായ സമയത്താണ് എന്ത് മനസ്സിലാകുന്നത്? ഈ അമ്മ വീണ്ടും വീണ്ടും സംസാരിച്ചു കൊണ്ടിരിക്കുന്നു, ഒരേ കാര്യം തന്നെ വീണ്ടും ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നു. നമ്മളെ വീട്ടിലുണ്ടാവും, നമ്മളെ വല്യമ്മമാരൊക്കെ ഉണ്ട്, എന്താണ് നമ്മളോട് ഒരു കാര്യം പറയുന്നുണ്ട്, നമ്മൾ ചിലപ്പോൾ അത് ചെയ്യാൻ പ്ലാനൊക്കെ ചെയ്ത് വെച്ചിട്ടുണ്ടാവും. അപ്പൊ അതിന് സമയമാകുമ്പോൾ ചെയ്യാന്ന് വിചാരിക്കും. പക്ഷെ എന്ത് ചെയ്യും, നമ്മുടെ വീട്ടിലെ മുതിർന്ന ആൾക്കാര്, നമ്മുടെ വല്യമ്മമാരെ അല്ലെങ്കിൽ വലിയപ്പന്മാരെ എന്ത് ചെയ്യും, നമ്മൾ ഫോഴ്സ് ചെയ്തുകൊണ്ടിരിക്കും. എന്ന് പറഞ്ഞാൽ ഫോഴ്സ് ചെയ്തുകൊണ്ടിരിക്കും. അത്തരത്തിൽ അതെപ്പോഴാണ്? ഇത് വയസ്സാകുമ്പോഴാണ്. അതേ സ്ഥാനത്ത് അമ്മ നമ്മളോട് പറയൽ കുറവായിരിക്കും, അല്ലേ? അപ്പൊ മനുഷ്യന്റെ പൊതുവെയുള്ള സ്വഭാവം അങ്ങനെയാണ്. വയസ്സായ സമയത്ത്, വയസ്സാകുന്നതോറും എന്ത് ചെയ്യും, അവർ പറയുന്ന കാര്യം ആവർത്തിച്ചു കൊണ്ടിരിക്കും. ആ ഒരു കാര്യത്തെയാണ് എന്ത് ചെയ്യുന്നത് കവി ഈ വരികളിൽ സൂചിപ്പിക്കുന്നത്. എന്താ പറയുന്നത്? മാ കെ ബാർ ബാർ കഹനേക്കോ ഹം മാൻതേ രഹെ, മാൻകർ ചൽത്തേ രഹെ, ഉസ്കെ ബൂഢെ ഹോനെ കി ആദത്ത്. അമ്മ വയസ്സായ സമയത്ത് അമ്മ ഇങ്ങനെ വീണ്ടും വീണ്ടും ആവർത്തിച്ച് പറയുന്നത് ഞങ്ങൾ എന്ത് ചെയ്തു, കേട്ടുകൊണ്ടിരുന്നു. ഓർ അപ്നി ഹർ ആവാസ് മേ, തന്റെ എല്ലാ ശബ്ദത്തിലും, ധീരെ ധീരെ ടൂട്ട്തി രഹീമ, അതില് മെല്ലെ മെല്ലെ മുറിയാൻ തുടങ്ങിയ അമ്മ. അതായത് പണ്ട് അമ്മ പറയുന്നത് നമ്മൾ കേൾക്കും, പക്ഷെ അമ്മക്ക് വയസ്സാകുന്നത് അനുസരിച്ചിട്ട് അമ്മ പറയുന്ന ഓരോ കാര്യങ്ങൾ എന്ത് ചെയ്യും, മുറിഞ്ഞുകൊണ്ടിരിക്കും. ഉദ്ദേശിക്കുന്നത് അവിടെ ഈ മക്കൾ അതിനെ ധിക്കരിച്ചു കൊണ്ടിരിക്കും, അത് അനുസരിക്കാണ്ട് ഇരിക്കുന്ന ഒരു അവസ്ഥ വരുന്നു. നമ്മൾ ശ്രദ്ധിച്ചാൽ മതി, എല്ലാ കുടുംബത്തിലും പൊതുവെ അങ്ങനെ തന്നെയാണ്. നമ്മളെ ഒരു കുടുംബത്തിൽ മാത്രം, എല്ലാ കുടുംബത്തിലും ഉണ്ട്.
അപ്പോ അമ്മ വീട്ടിലൊരു കാരണവരായിട്ടുള്ള ആളുണ്ടെങ്കിൽ, അമ്മയാണ് അതില് കാരണവരായിട്ടുള്ള ആളെങ്കിൽ എന്ത് ചെയ്യും? അവര് പറയുന്നത് ആദ്യമൊക്കെ നമ്മള് കുട്ടിക്കാലത്ത് അമ്മ പറയുന്നത് നമ്മൾ കേൾക്കുന്നതും നമുക്കൊരു പ്രായപൂർത്തിയായി നമുക്ക് ഒരു വകതിരിപ്പിക്ക് വരുന്ന സമയത്ത് നമ്മൾ കേൾക്കുന്നതും വ്യത്യസ്തമാണ്. ഇപ്പൊ നമ്മളെല്ലാം അമ്മ എല്ലാം പറയുന്നത് കേൾക്കുന്നുണ്ട്. പക്ഷെ നമ്മളെല്ലാം കല്യാണം കഴിഞ്ഞൊക്കെ പോകുന്ന, അല്ലെങ്കിൽ നമുക്ക് കുറച്ചൊരു വകതിരിപ്പ്, ഒരു വലിയ കുട്ടികളെ കാണുന്ന സമയത്ത് ആയിക്കഴിഞ്ഞാല് നമ്മൾ എന്ത് ചെയ്യും? അമ്മ പറയുന്നത് നമ്മൾ മെല്ലെ മെല്ലെ ധിക്കരിക്കാൻ തുടങ്ങും. ആ ഒരു കാര്യമാണ് ഇവിടെയും കവി പറയുന്നത്. ഓക്കെ, അപ്പൊ നമ്മൾ എന്ത് ചെയ്യും? അമ്മയുടെ ഓരോ വാക്കുകൾ നമ്മൾ എന്ത് ചെയ്യും? മുറിക്കാൻ തുടങ്ങും, അത് അനുസരിക്കാണ്ടിരിക്കാൻ വേണ്ടി തുടങ്ങും. ഓക്കെ, മനസ്സിലായോ ഈ പാരഗ്രാഫ്? മൂന്നാമത്തെ പാരഗ്രാഫ് മനസ്സിലായോ നിങ്ങൾക്ക്? Yes, sir. Yes, sir. മനസ്സിലായില്ലേ? ഇനി നാലാമത്തെ പാരഗ്രാഫിലേക്ക് പോകുന്നതിന് മുൻപ് ഇവിടെ രണ്ട് ചോദ്യങ്ങളുണ്ട്. ഫസ്റ്റ് പേജില് ഒന്ന് ശ്രദ്ധിക്കുക. ഫസ്റ്റ് പേജിൽ ഇവിടെ രണ്ട് ചോദ്യങ്ങളുണ്ട്. അതിന് രണ്ട് ചോദ്യങ്ങൾ ഞാൻ നിങ്ങളോട് ചോദിക്കുന്നുണ്ട്, അതിന്റെ ആൻസർ നിങ്ങൾ പറയാം. റെഡിയാണോ നിങ്ങൾ? Yes, sir. Yes, sir. ഓക്കെ ഓക്കെ. ആദ്യത്തെ ചോദ്യം, പുൽ ബനി ഥി മാ സെ ക്യാ താത്പര്യ ഹൈ? പുൽ ബനി ഥി മാ എന്നതുകൊണ്ട് എന്താണ് അർത്ഥമാക്കുന്നത്? എന്താണ് നിങ്ങളുടെ അഭിപ്രായം? പറയാം. ആദ്യം മലയാളത്തിൽ പറയാം, ഹിന്ദിയിൽ പറയാൻ പറ്റുന്ന ആൾക്കാർ ഹിന്ദിയിൽ പറയാം. ഹലോ, കേൾക്കുന്നില്ല നിങ്ങള്? അമ്മ ഒരു പാലമായിരുന്നു എന്നതുകൊണ്ട് എന്താണ് കവി ഉദ്ദേശിക്കുന്നത്? എന്താണ് അർത്ഥമാക്കുന്നത്? ഹലോ, കേൾക്കുന്നുണ്ടോ നിങ്ങള്? Yes, sir. ഓക്കെ, നിങ്ങൾ ചോദിച്ച ചോദ്യം എന്ത് ചെയ്യുന്നു? ആ പാരഗ്രാഫിൽ ആദ്യ ചോദ്യം എന്താണ്? പുൽ ബനി ഥി മാ എന്നുകൊണ്ട് ഉദ്ദേശിച്ചത് എന്താണ് കവി? എന്ത് ചെയ്യുന്നു? ആൻസർ കിട്ടിയോ? ഒരു പാലം രണ്ട് കരകളെ ഒന്നിപ്പിക്കുന്നത് പോലെ അമ്മ ഇതുപോലെ അമ്മ കുടുംബത്തെയുള്ള അംഗങ്ങളെ പരസ്പരം ചേർക്കുന്നു. ഓക്കെ, ഒരു പാലം എങ്ങനെയാണോ രണ്ട് കരകളെ യോജിപ്പിക്കുന്നത്, അതുപോലെ അമ്മ എന്ത് ചെയ്യുന്നു? കുടുംബത്തിലെ ഓരോ അംഗങ്ങളെയും പരസ്പരം യോജിപ്പിക്കുന്നു എന്നതാണ്. അപ്പൊ ഓക്കെ, അതിന്റെ തീം മനസ്സിലായി. അത് നമുക്കത് ഹിന്ദിയിൽ എഴുതണ്ടേ? ഓക്കെ, അത് ഞാൻ ഹിന്ദിയിൽ എഴുതി തരട്ടെ, നിങ്ങൾ എഴുതൂലേ? Yes, sir. Yes. ഓക്കെ ഓക്കെ. അപ്പൊ ഞാൻ എന്ത് ചെയ്യുന്നുണ്ട്? ഇപ്പൊ പറഞ്ഞതിന്റെ ഹിന്ദി ഇവിടെ എഴുതുന്നുണ്ട്, നിങ്ങൾ അതൊന്ന് എഴുതിയെടുക്കാം. ഈ രണ്ട് പോയിന്റ് മായ്ക്കുന്നുണ്ട് കേട്ടോ, അതെല്ലാവരും എഴുതിയിട്ടുണ്ടാവുമെന്ന് പ്രതീക്ഷിക്കുന്നു. Yes, sir. എന്താണിത്? രണ്ട് കരകള് യോജിക്കുന്നത് പോലെ എന്ത് ചെയ്യുന്നു? അമ്മ കുടുംബത്തിലെ ഓരോ വ്യക്തികളെയും എന്ത് ചെയ്യുന്നു? പരസ്പരം യോജിപ്പിക്കുന്നു. രണ്ട് ഉദ്ദേശിക്കുന്നത് കരകളെ. കര എന്ന് ഉദ്ദേശിക്കുന്നത് എന്താണ്? കരയുടെ ഹിന്ദി അറിയാം നിങ്ങൾക്ക് ആർക്കെങ്കിലും? കിനാരെ. ദോ കിനാരെ. ഓക്കെ, ഗുഡ്. കിനാരെ. ആരാ പറഞ്ഞേ? ആൻസർ പേരെന്താണ്? ലിയ. ഓക്കെ, ഗുഡ് ലിയ. ദോ കിനാരെ. യോജിക്കുന്നത് പോലെ. യോജിക്കുന്ന പോലെ എന്നതിന്റെ മീനിങ് വരുന്നേ എന്തെന്ന്? ഹോനെ കെ ദോ കിനാരെ ജുഡ്നെ കെ, അല്ലെങ്കിൽ ജുഡ്നെ കി തരഹ്. പോലെ എന്ന് പറഞ്ഞ തരഹ് എന്നുള്ളത് പോലെ എന്നാണ് അർത്ഥം വരുന്നത്. അപ്പൊ ദോ കിനാരെ ഏത് പ്രകാരമാണോ യോജിക്കുന്നത്, ഏത് പ്രകാരം എന്നുള്ളതിന്റെ വാക്കാണ് ജിസ് പ്രകാർ. ദോ കിനാരെ ജിസ് പ്രകാർ, രണ്ട് കരകൾ ഏത് പ്രകാരമാണോ യോജിക്കുന്നത്, ജുഡ്തേ ഹൈ. രണ്ട് കരകൾ ഏത് പ്രകാരമാണോ യോജിക്കുന്നത്, അതുപോലെ എന്നുള്ളതിന്റെ ഹിന്ദിയാണ് ഉസ് തരഹ്. ഉസ് തരഹ്. എന്ത് ചെയ്യുന്നു? അമ്മ
അമ്മ കുടുംബത്തിലെ, അമ്മ എന്നുള്ളത് സോറി ഇവിടെ എന്ത് ചെയ്യുന്നത്, മാന്ന് എഴുതാം. മാ കുടുംബത്തിലെ, കുടുംബത്തിലെ ഉദ്ദേശിക്കുന്നത് പരിവാർ കെ, പരിവാർ എന്ന് പറഞ്ഞ കുടുംബം എന്നാണ്. അപ്പൊ അമ്മ കുടുംബത്തിലെ, ലേ എന്നുള്ള വാക്കിന്റെ മീനിങ് വരുന്നത് ക കി കെ എന്നാണ്. അപ്പൊ ഇവിടെ നമ്മൾ കെ യൂസ് ചെയ്യുന്നതാണ്. ഓക്കെ, ഈ ക കി കെ അതൊക്കെ സംഭവങ്ങൾ നമ്മൾ ഗ്രാമർ എടുക്കുമ്പോൾ ഒന്നും കൂടി വിശദമായിട്ട് പറയുന്നുണ്ട്. എളുപ്പത്തിൽ നിങ്ങൾക്ക് മനസ്സിലാക്കി തരുന്നതിൽ പറയുന്നുണ്ട്. അപ്പൊ തൽക്കാലം ഞാൻ ജസ്റ്റ് ഇങ്ങനെ പറഞ്ഞു പോകുന്നു മാത്രം. നമ്മൾ ഗ്രാമർ എടുക്കുമ്പോൾ അതിനുള്ള കാരണം, അത് എങ്ങനെയൊക്കെ നമ്മൾ യൂസ് ചെയ്യുക, അതെങ്ങനെ മനസ്സിലാക്കാനൊക്കെ പറഞ്ഞു തരുന്നത് കേട്ടോ. പിന്നെ അടുത്ത ക്ലാസ്സിൽ അല്ലെങ്കിൽ നമുക്ക് ഈ 2 ചാപ്റ്റർ എടുത്തു കഴിഞ്ഞ ശേഷം അത് പറഞ്ഞു തരാം. അപ്പൊ പരിവാർ കെ കുടുംബത്തിലെ ദോ സദസ്യം കോ, 2 സദസ്സുകളെ, 2 വ്യക്തികളെ, ദോ വ്യക്തിയോം കോ ആപ്പസ് മേ പരസ്പരം, ആപ്പസ് എന്ന് പറഞ്ഞാൽ പരസ്പരം എന്നല്ല, ആപ്പസ് മേ പരസ്പരം യോജിപ്പിക്കുന്നു. ഇവിടെ പറഞ്ഞിട്ടുണ്ടായിരുന്നു യോജിപ്പിക്കുക, ജുഡ്ന. അപ്പൊ ഇവിടെ ജോഡ്തി ഹെ. സെന്റൻസ് മുഴുവൻ എഴുതി കഴിഞ്ഞാൽ എന്താണ്, ദോ കിനാരോം കോ, അല്ലെങ്കിൽ ദോ കിനാരെ ജിസ് പ്രകാർ जुड़ते हैं उस तरह माँ परिवार के 2 व्यक्तियों को आपस में जोड़ती है. എഴുതിയോ? യെസ് സർ. ഓക്കെ, എഴുതിയില്ലേ? അപ്പൊ ഇതിന്റെ അർത്ഥം ഞാൻ പറഞ്ഞിരുന്നത് എന്താണ്, 2 കരകളെ എങ്ങനെയാണോ ഒരു പാലം യോജിപ്പിക്കുന്നത്, അത്തരത്തിൽ അമ്മ എന്ത് ചെയ്യുന്നു, ഒരു കുടുംബത്തിലെ വ്യക്തികളെ പരസ്പരം യോജിപ്പിക്കുന്നു എന്ന്. അതിന്റെ ആൻസർ നിങ്ങൾ കണ്ടെത്തി. ഇനി രണ്ടാമത്തെ ഇതിൽ ചോദിക്കുന്നത് എന്താണ്, രണ്ടാമത്തെ ചോദ്യങ്ങളോട് ബൂഢാ രഹി ഹെ മാ ഇസ്ക ആശയ ക്യാ ഹെ, വയസ്സാവുകയാണ് അമ്മ എന്നതുകൊണ്ട് ഈ കവിതയിൽ എന്താണ് ഉദ്ദേശിക്കുന്നത്? അതായത് അമ്മ വയസ്സായി കൊണ്ടിരിക്കുകയാണ് എന്നതുകൊണ്ട് എന്താണ് ഉദ്ദേശിക്കുന്നത്? എന്താണ് ആൻസർ? അവിടെ നിങ്ങൾക്ക് ഒന്ന് പറയാം. അതായത് വയസ്സായി കൊണ്ടിരിക്കുകയാണ് എന്നതുകൊണ്ട് എന്താണ് ഉദ്ദേശിക്കുന്നത്? അമ്മക്ക് വയസ്സായി കൊണ്ടിരിക്കുകയാണ് എന്നതുകൊണ്ട് എന്താണ് ഉദ്ദേശിക്കുന്നത്? എന്താണ്? അറിയോ? माम के माँ की उम्र डल रही है. ഓക്കെ, മാ കി ഉമ്ര ഡൽ രഹി ഹെ, इससे क्या താല്പര്യ ഹെ, ഇതുകൊണ്ട് എന്താ ഉദ്ദേശിക്കുന്നത്? इससे കവി का क्या താല്പര്യം ഇതിൽ പറയുന്നുണ്ടല്ലോ. माम നിങ്ങൾക്ക് के അത് കുറച്ച് ബുദ്ധിമുട്ടാവും ഞാൻ തോന്നുന്നു. ആരെങ്കിലും അത് ആൻസർ അറിയോ? माम के बार बार कहने को ഉം. हम मान का चलता है रहे. മാനത്തെ ചലത്തെ രഹെ. ഓക്കെ, പിന്നെ കഴിഞ്ഞോ? അത്രക്കുള്ളൂ. उसके അതിന്റെ ആൻസർ उसके बूढ़े होने की आदत और के बड़े होने अपनी हर आवाज में धीरे धीरे डूबती रही. ഓക്കെ ഓക്കെ, അതിന്റെ എന്താണ് അർത്ഥം? എന്താണ് അർത്ഥം? ഓർമ്മ ഉണ്ടോ നിങ്ങൾക്ക്? നിങ്ങൾ പറഞ്ഞ വാക്കിന്റെ അർത്ഥം എന്താണെന്ന് അറിയോ? ആ സെന്റൻസിന്റെ हम നിങ്ങൾ പറഞ്ഞല്ലോ, കേൾക്കുന്നുണ്ടോ? Yes sir. yes sir. ഓക്കെ, അതായത് ആ പാരഗ്രാഫിൽ പറഞ്ഞില്ലേ മാക്കെ ബാർ ബാർ കഹ്നേക്ക്, നിങ്ങൾ ആൻസർ പറഞ്ഞല്ലോ. അതില് എന്താണ് അതിന്റെ മലയാളം, എന്താണ് അർത്ഥം? അമ്മ വീണ്ടും വീണ്ടും പറയും. അമ്മയ്ക്ക് വയസ്സായി തുടങ്ങിയപ്പോ അമ്മ പറഞ്ഞത് അമ്മ വീണ്ടും വീണ്ടും പറയുന്നത് ഞങ്ങൾ പരിഗണിച്ചിരുന്നു. പരിഗണിച്ചിരുന്നു. പിന്നെ ഓരോ ശബ്ദത്തിലും
Why? പതുക്കെ പതുക്കെ അമ്മ പറയുന്നത് ഞങ്ങള് അംഗീകരിച്ചിരുന്നു, കേട്ടിരുന്നു. പിന്നെന്താ സംഭവിച്ചത്? തന്റെ ഓരോ അമ്മയുടെ വയസ്സായിട്ടുള്ള ശീലം ഓരോ ശബ്ദത്തിലും പതുക്കെ പതുക്കെ പതുക്കെ. മുറിയുന്നുണ്ടായിരുന്നു. പതുക്കെ പതുക്കെ. ഓക്കെ, അപ്പൊ ഞാൻ ഇത് പറഞ്ഞുകൊണ്ട് നമുക്ക് ഇന്നത്തെ ക്ലാസ് ഇവിടെ അവസാനിപ്പിക്കാം. അതായത് അമ്മ നമ്മൾ ആദ്യം പറഞ്ഞത് നമ്മൾ ആദ്യം കേട്ടിരുന്നു. പിന്നീട് അമ്മയുടെ ശബ്ദം നമ്മൾ എന്തായി കേൾക്കാണ്ടായി. അമ്മ പറയുന്നത് നമ്മൾ കേൾക്കാണ്ടായി ഇല്ലേ? അതെന്തായിരുന്നു? അമ്മക്ക് വയസ്സായത് കൊണ്ടാണ്. അതാണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ആ പാരഗ്രാഫിൽ. എല്ലാവർക്കും മനസ്സിലായോ? Yes, sir. ഓക്കെ, അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം? ഇന്ന് ഇത്രയും കാര്യങ്ങൾ എടുക്കാം. അടുത്ത ക്ലാസ്സിൽ നമുക്ക് എടുക്കാം കേട്ടോ. ബാക്കിയുള്ള കാര്യങ്ങൾ അടുത്ത ക്ലാസ്സിൽ എടുക്കാം. ഓക്കെ.